എനിക്കിപ്പോൾ വിശക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ചോറിനോട് എന്തുണ്ട് ചോറിൻ്റെ കൂടെ തൈര് തരാം, വേണമെങ്കിൽ മുട്ട പൊരിക്കാൻ ചാമ. അപ്പം അണ്ണൻ പറയാം വേണ്ട, ചോറെടുത്ത് ഫ്രിഡ്ജ് നമുക്ക് പുറത്ത് പോയാലോ. ഞാനാ അങ്ങനെ ഇതാണ് നമ്മൾ മിച്ചർ മുട്ടായി എടുത്തു. പിന്നെ പൊന്നൂസിനും മോനൂട്ടനും വേറെ എന്തോ സ്നാക്സ് എടുത്തു. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചക്കവറ്റിയിൽ മിച്ചർ, കപ്പള്ളി മുട്ടായി, ഇതൊക്കെ നമ്മൾ എടുത്തതാണേ. നോക്കട്ടെ പൊന്നു, ഇനി വന്നേ വാ. ഞങ്ങൾ പൈസയൊക്കെ ആയിട്ട് മുടി വെച്ച് പിടിപ്പിക്കാം ഫ്രണ്ട്സ്, അല്ലേ അണ്ണേ? ഇത് മതിയൊക്കെ, ഇത് കൊള്ളാം. പാക്ക് ചെയ്ത് തരുമോ? മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ കുറേ കമൻറ്റ്സ് ഉണ്ട്, ഇതെന്താ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തത്, അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇടാറില്ലല്ലോ, പിന്നെ സ്കൂൾ അടച്ചതിന് ശേഷം ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ച് ശരിയാ, കാരണം വെച്ചാൽ നമ്മൾ റമദാന് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഞാൻ വിശേഷ ദിവസങ്ങളോ അങ്ങനെങ്ങാണോ ആണ് വീഡിയോ ഇടാറ്. അപ്പം മടി എന്ന് പറഞ്ഞാൽ മടി പിടിച്ചാൽ പിന്നെ എൻ്റെ അത്രയും മടിച്ച് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഷോർട്ടാകുമ്പം പെട്ടെന്ന് നമുക്ക് എടുക്കുകയും എഡിറ്റ് ചെയ്യാമല്ലോ. അതാണ്, ഞാൻ ഭയങ്കര മടിച്ചാണ് ഫ്രണ്ട്സ്. മടിയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും മെനക്കെടുവാണെങ്കിൽ അങ്ങ് മെനക്കെടും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തൊട്ടേ വിചാരിക്കുകയാണെങ്കിൽ നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അങ്ങനെ ചില ദിവസം മറ്റന്നാളും വിചാരിച്ച് ഇന്നലെ എടുക്കാമെന്ന്, അങ്ങനെയൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഇന്ന് അണ്ണൻ ഇല്ല കേട്ടോ, അണ്ണൻ കൊല്ലത്ത് പോയി. അണ്ണനാണിപ്പോൾ എന്നെ വിളിച്ചുണർത്തിയത്. രാവിലെ പോവാൻ നേരം ഞാൻ എഴുന്നേറ്റ് എനിക്ക് കവിളിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അണ്ണൻ പോയിട്ട് വരാം കേട്ടോ, ഉറങ്ങിക്കോ, നീ ഉറക്കം കളയണ്ടെന്ന് പറയും. അങ്ങനെ എണീറ്റ് കൂടിയിരുന്ന് കാപ്പിയൊക്കെ അനത്തി കൊടുക്കുക. അങ്ങനെ അണ്ണന് ആ ഒന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ എണീറ്റാൽ അണ്ണൻ പറയും നീ ഉറക്കം കളയാൻ കിടന്നു എന്ന് പറയും. അപ്പം ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ച് ഇറങ്ങുക. അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ട്രാഫിക്കായിരുന്നു, എത്താൻ വൈകി, ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഉച്ചയാവും, ഭയങ്കര ട്രാഫിക്കായിരുന്നെന്ന്. അപ്പം അണ്ണ ഉച്ചയാകുമ്പോൾ വരും. പിന്നെ ഇന്നത്തെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പരിപാടികളുമില്ല. തിങ്കൾ ചൊവ്വ ബുധനാണെങ്കിൽ പൊന്നൂസിന് ഡാൻസ് ക്ലാസ് ഉണ്ട് 11 മണിയാകുമ്പോൾ. അപ്പോൾ രാവിലെ എണീറ്റ് അവളെ വിടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാകും. അപ്പോൾ ഇന്ന് ഏതാ ദിവസം പറഞ്ഞ പോലെ വെള്ളിയാഴ്ച. കാരണം വെച്ചാൽ ഞാൻ വീഡിയോ ചിലപ്പോൾ ഇടുന്നത് നാളെ ആയിരിക്കും, ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒക്കെ ആയിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദിവസം പറഞ്ഞത് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇന്നലെ ഞങ്ങൾ രാത്രി ഒരു ഫിലിമൊക്കെ കാണാൻ പോയി, ആരോ എന്ന് പറഞ്ഞാൽ എന്തൊരു പടമായിരുന്നു, ഒരു കഥയില്ല, ഒന്നുമില്ലാത്തൊരു പടം. അത് കഴിഞ്ഞിട്ട് ക്ഷീണം കൊണ്ട് വന്ന് നടന്ന് ഉറങ്ങി കേട്ടോ. അപ്പം പൊന്നൂസും മോണ്ടനും ഉറക്കമാണ്. അവർക്ക് ഇനി തോന്നുമ്പോഴേ എണീക്കുന്നത്. കാരണം ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കണം, സ്കൂളിൽ പോകണം, ട്യൂഷൻ, മദ്രസ, അങ്ങനെ അങ്ങ് പോകൂലേ. അപ്പം ഈ സമയത്തൊന്നും ഞാനവരെ വിളിച്ച് അങ്ങനെ ഉണർത്താൻ നിൽക്കത്തില്ല, ഉറങ്ങിക്കോട്ടെന്നങ്ങ് വിചാരിക്കേ. ഡാൻസ് ഉള്ളപ്പോൾ പൊന്നൂസിനെ വിളിക്കും. പിന്നെ വൈകുന്നേരം ഇപ്പം 4 തൊട്ട് 6 വരെ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിടുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ വർഷം തൊട്ട് മോനൂട്ടന് ഹിന്ദി ഉണ്ട്, പൊന്നൂസിന് ഹിന്ദി തന്നെ 4 പാർട്ടുണ്ട്. അപ്പം എനിക്ക് ഹിന്ദി എന്ന് പറഞ്ഞ സംഭവം ഈ പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു കേട്ടോ. അണ്ണനും ഞങ്ങൾക്ക് വലിയ പിടിയില്ല. അതുകൊണ്ട് ട്യൂഷന് പോയി 2 മണിക്കൂർ അക്ഷരം പഠിക്കാനിരിക്കും. ആ സമയം ഞാനും അണ്ണനും ഒന്ന് കറങ്ങാനിറങ്ങും കേട്ടോ. അപ്പം പൊന്നൂസും മോണ്ടനും തറയിലാണ് കിടക്കുന്നത്. അല്ല, പൊന്നൂസും അണ്ണനും കട്ടിലും ഞാനും മോണ്ടനും തറയിലാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങ് ഒറ്റോ കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കാറ്റ് കിട്ടത്തില്ല, ഭയങ്കര ചൂടായിരിക്കും. പിന്നെ ഞാൻ തറയിൽ കിടക്കുന്ന മോനോട്ടനും തറയിലാണ്. ഞാൻ എവിടാണോ അവിടാണ് അവനും. ഞാൻ കാണിച്ചു തരാമേ. മോനോട്ട കിടക്കുന്നുണ്ടോ? അപ്പം ഞാൻ മോനൂട്ടനെ തറയിൽ ഡയറക്റ്റ് കിടത്തത്തില്ല. കാരണം വെച്ചാൽ അവന് കട്ടിലിൽ കിടന്ന് ശീലിക്കും, ഉച്ചക്കുഞ്ഞല്ലേ. അപ്പോൾ ഡയറക്റ്റ് നമ്മളിങ്ങനെ തറയിൽ കിടത്തിയാൽ ചിലപ്പോൾ നടുവേദന, ഈ ടൈലിൽ നിന്ന് നേരിട്ടുള്ള തണുപ്പ് വല്ലതും പിടിക്കുകയൊക്കെ ചെയ്യൂലേ. അതുകൊണ്ട് 2 കമ്പളി എടുത്ത് മടക്കിയാണ് അവനെ കിടക്കുന്നത് കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ തറയിൽ കിടക്കും. എനിക്ക് പണ്ടേ കിടന്ന ശീലമുണ്ട്. എൻ്റെ തലകണി കേട്ടോ, ഞാൻ യൂസ് ചെയ്ത തലകണി, ഞാനിവിടെ കിടക്കുന്നത്.
അപ്പോൾ അവ ഇങ്ങോട്ട് തണുപ്പിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എണീറ്റപ്പോൾ അങ്ങോട്ട് വെച്ച് കൊടുത്തേ. ഹോദായ ബണ്ണൂസ് കിടക്കുന്നു. ആ കിടത്ത കാണിക്കാൻ പറ്റൂല. അപ്പം ഞാനും മോനക്കുട്ടനും അങ്ങറ്റം ഇല്ലാത്തതുകൊണ്ട് അത്തിച്ചിക്കും മോക്കും വിശാലമായി കിടക്കാം. അങ്ങനെ കിടക്കട്ടെ. ലൈറ്റ് ഇടണ്ട, ഉണരും. അപ്പോൾ വീട് വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് കിടക്കുന്നത്. കുറച്ചൊക്കെ ഇതൊക്കെ ഉണ്ട്, എന്നാലും എന്നത്തേൻ്റെയും അത്രയും പ്രശ്നങ്ങൾ കാണുന്നില്ല. അപ്പം തൂക്കണം, ഒന്ന് തുടയ്ക്കണം. പിന്നെ കുറച്ചൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇന്നലെ രാത്രിത്തെ പ്രശ്നങ്ങളാണ് കേട്ടോ. ഇത് കാണിച്ചു തരാം. ഇവിടെ എല്ലാം പൊടിയും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരിത് വാഷ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കും. അവരുടെ കുറേ കളിപ്പാട്ടവും സാധനങ്ങളും. എനിക്കറിയില്ല, ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ. ഉണ്ട്. അപ്പം ഇതിന് വെയിലത്ത് വെച്ചാലേ പറ്റും. അതൊക്കെ ഇനി അവർ എണീറ്റിട്ട് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് വെക്കാം. കഴുകിയതാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കണ്ടേ. പിന്നെ അടുക്കളയൊക്കെ ക്ലീനാണ്. കാരണം രാത്രി നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ സെറ്റാക്കി വെച്ചുകൊണ്ട് അടുക്കളയിലൊന്നും കുഴപ്പമില്ല. പിന്നെ ചോറുണ്ട്. പിന്നെ ഇത് പഠിക്കണം എടുത്തിട്ടെ. കാരണം ഇന്നലെ നമ്മൾ രാത്രി വന്നിട്ട് ഫോണൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തിളപ്പിച്ച് ഇതിനകത്ത് വെച്ചതാണ്. ഇതൊക്കെയുള്ള. അപ്പോൾ ഇനി തൂക്കണം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ തൂത്തോണ്ടിരുന്നപ്പോൾ കിട്ടിയതാണ്. നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്നറിയോ? ക്രയോൺസ് ആണ്. വെള്ളത്തിയിട്ട് വെച്ചേക്കുവാണ്. പാത്രത്തിയിട്ട് പുഴുങ്ങി കേക്ക് ഉണ്ടാക്കാനായിരിക്കും. ഇങ്ങനെ പലതും കിട്ടും ഇതുപോലെ നമ്മൾ തൂത്ത് പോകുമ്പോൾ. ഇന്ന് ഇത്രയല്ലേ കണ്ടുള്ളൂ. ചില ദിവസങ്ങളിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് എനിക്കെന്നെ അറിയത്തില്ല. എൻ്റെ ഷാളും സാധനങ്ങളും ഒക്കെ ഞാൻ കാണിക്കാം. അതെ, കണ്ടോ? ഇവിടെ ഇങ്ങനെ തുറക്കുമ്പോൾ കുറേ പൂച്ചകളൊക്കെ കാണും. ഷാളും സാധനമൊക്കെ ഇതിനകത്ത് കെട്ടിയിട്ടേക്കും. പൂച്ചയ്ക്ക് ഈ ഊഞ്ഞാലി വന്ന് കിടന്ന് സുഖമായി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഫുള്ളും കവർ ചെയ്ത് കെട്ടിയേക്കുമായിരുന്നു. ഞാൻ പിന്നെ വലിച്ചു പറിച്ച് ദേഹത്തിടാൻ ഷാളില്ലെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി. എങ്കിലും ഒരെണ്ണം കിടപ്പുണ്ട്. എൻ്റെ മക്കളെ, നിങ്ങളെല്ലാവരും കൂടി ഈ വീട്ടിൽ വന്നാൽ ഇവിടെ തരാൻ ഫുഡില്ല, ഇവിടെ മീനില്ല, നിഹി മീൻ. അപ്പോൾ ഞാൻ തൂക്കം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുമല്ലേ, അകത്തോട്ട് കയറി വരും. മോനോട്ടന് പൊടിയൊക്കെ അലർജി ആയതുകൊണ്ട് പൂച്ചയുടെ രോമം എങ്ങാനും വീണാനോ എന്ന് കരുതിയിട്ട് ഇപ്പം പൂച്ചയൊന്നും അകത്ത് കയറ്റത്തില്ല. സിറ്റ് ഔട്ട് അവിടെ വരെ നിൽക്കും. അപ്പം ഞാൻ തൂത്തിട്ട് കാണാം. അങ്ങനെ തൂത്ത് തുടച്ച്. അപ്പം ഇത് ഞാൻ വെള്ളം കുടിക്കാനുള്ള വെള്ളവും അതുപോലെ ചോറും പൊരിച്ചിറക്കാൻ വെച്ചേക്കുക കേട്ടോ. ഈ പൊരിച്ചിറക്കാന്നൊക്കെ പറയൂലേ, വടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചേക്കുക. അപ്പോൾ പിന്നെ എന്തുവാ, എനിക്ക് തൂത്ത് തുടച്ച് കഴിഞ്ഞാൽ കുളിക്കണം കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര ഈർച്ചകേടാണ്. പെട്ടെന്ന് എനിക്ക് കുളിക്കണം. പിന്നെ അപ്പം ഞാൻ കുളിക്കാൻ പോവാം. പുന്നൂസ് മോണ്ടൻ ഉറക്കുക, തന്നെ എഴുന്നേക്കട്ടെ. അപ്പോൾ രാവിലെ ഞാൻ മിക്കപ്പോഴും എല്ലാ ദിവസവും, ഇപ്പോൾ സ്കൂൾ അടച്ചതിന് ശേഷം മിക്ക ദിവസവും വല്ലപ്പോഴും എന്തു പറയുന്നേ, ഈ നമ്മൾ പറയൂലേ പെരുന്നാൾ ഓണമൊക്കെ വരുന്ന പോലെ ഞാൻ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കുന്നത്. ഇവിടെ മൂന്നുകുട്ടന് പൊന്നൂസിന് പൊടിയരിക്കഞ്ഞിക്കകത്ത് നമ്മൾ പയറിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പണി എളുപ്പമല്ല, അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് പെട്ടെന്ന് പൊടിയരിക്കഞ്ഞി ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൂൾ അടച്ചതിന് ശേഷം സ്കൂൾ തുറക്കുമ്പോഴേ എന്നും എന്തെങ്കിലും പലഹാരം മോനൂട്ടിന് കൊടുത്തുവിടണ്ടേ, അങ്ങനെ ഉണ്ടാക്കുന്നത്. അണ്ണനും കഞ്ഞി കുടിച്ചോളും. അപ്പം അതുകൊണ്ട് രാവിലെ എന്നും ഞാൻ ഇപ്പോൾ പൊടിയരിക്കഞ്ഞിയാണ്. പിന്നെ ഇന്ന് ചോറിന് അങ്ങനെ കറിയൊന്നും ഇപ്പം വെക്കുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും മോര് കറിയും പിന്നെ മുട്ടയും പൊരിക്കാമല്ലോ. അണ്ണൻ ആ സമയം വരുവാണെങ്കിൽ ചോറ് കഴിക്കാം. അപ്പം ഞങ്ങൾക്ക് ഇതുകൊണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ ഇനി നമുക്ക് രാത്രി കറി വെച്ചാൽ മതി. രാത്രി പൊന്നൂസിനെയും മോനുക്കുട്ടനെയും ട്യൂഷൻ വിട്ടിട്ട് അണ്ണ എന്നോട് പറയുക, ഞങ്ങളിപ്പം 3-4 ദിവസമായി ട്യൂഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ സമയം ഞങ്ങൾ വൈകിട്ട് സ്കൂട്ടിയിലൊന്ന് റൗണ്ട് അടിക്കും, എവിടെയെങ്കിലും കോഫി കുടിക്കും, അണ്ണ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തരും. അങ്ങനെ ഞങ്ങളങ്ങനെ പോവും. 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് 6 മണിക്ക് അവരെ വിളിക്കാൻ പാകത്തിന് ഞങ്ങൾ വരുന്നത് കേട്ടോ. അപ്പം പിന്നെ അമ്പിനെ എന്തുവാ ഇത് മറന്നു, എനിക്ക് പെട്ടെന്ന് പോയി കുളിക്കും കേട്ടോ. അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുക. അന്നേരം വൈകുന്നേരം അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മീൻ എന്തെങ്കിലും മേടിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴേ മെഴുക്ക് പുരട്ടിയും മോരുകറിയൊന്നും വെക്കണ്ടല്ലോ, രാത്രി മീൻ മേടിക്കുമ്പോൾ മീൻ കറിയും വെച്ച് അതിൻ്റെ കൂടെ വെച്ചിട്ട് രാത്രി ചൂടോടെ കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ ഇപ്പം ഞാൻ വെക്കുന്നില്ലെന്ന് വിചാരിച്ചു തൊട്ടപ്പുറത്തെ വീട്ടിൽ, നമ്മുടെ ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ
അവർ അവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ പണ്ടവർ അടുക്കള മാത്രം വൃത്തിയാക്കിയാൽ കയറിയത് കേട്ടോ. ഇപ്പോൾ അവർ തേച്ച് ടൈലൊക്കെ ഇട്ട് പെയിൻറ്റൊക്കെ അടിച്ച് റൂമൊക്കെ സെപ്പറേറ്റ് ഇറക്കി അടിപൊളിയാക്കി കേട്ടോ. അപ്പോൾ അവർ പാല് കാച്ചായിട്ട് നടത്തുന്നുണ്ട്. പുതിയ അടുക്കളയാണ്. അങ്ങനെ പാല് കാച്ചൽ ചടങ്ങിന് ഇന്നലെ വന്ന് വിളിച്ചു. അപ്പം ഞാൻ പ്രത്യേകിച്ച് സാധനം ഒന്നും മേടിച്ചില്ല. അണ്ണൻ ഇന്ന് കൊല്ലത്തും പോകണമായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ 1 മണിയാകുമ്പോൾ അണ്ണൻ എത്തുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് ഞാൻ അണ്ണൻ വന്നില്ലായിരുന്നുവെങ്കിൽ ആ സമയം അണ്ണൻ എത്താൻ പറ്റുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അണ്ണനോട് പറഞ്ഞു, കുഴപ്പമില്ല അണ്ണൻ, ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്കൂട്ടിയിൽ പോയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചിട്ട് അപ്പുറത്ത് കയറാം എന്ന് വിചാരിച്ചു. ഇപ്പം അണ്ണൻ 1 മണിക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അണ്ണൻ തന്നെ മേടിച്ചുകൊണ്ട് വരട്ടെന്ന്. അല്ലെങ്കിൽ ഞാനിനി ഒരുങ്ങി ടൗണിൽ പോയി മേടിക്കണ്ടേ. കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്കൂട്ടിയിലല്ലേ എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ അണ്ണൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ 3 പേര്, ഞാനും പൊന്നുസും ഉണ്ട്. അണ്ണൻ വരുമെന്ന് തോന്നുന്നില്ല, വരുമായിരിക്കാം ചിലപ്പോൾ. അണ്ണൻ ഇപ്പോൾ കൊല്ലത്തൊക്കെ ക്ഷീണിച്ച് വരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് പോയി സദ്യ കഴിക്കാം, സദ്യ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ കറിയൊന്നും വെക്കണം എന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയെ വെള്ളം ചൂടായി. അപ്പം ഞാൻ കുടിച്ചിട്ട് അയ്യോ എനിക്ക് വയ്യ. ചില കാര്യങ്ങൾ അങ്ങനെ കേട്ടോ, നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. ഞാനാണെങ്കിൽ തൂത്ത് തുടച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നെ അണ്ണയെ കുളിച്ചിട്ട് വരാം, കുഞ്ഞുങ്ങളെ നോക്കിയെന്ന് പറഞ്ഞ് ഞാൻ ഓടും കേട്ടോ. അപ്പം എനിക്ക് പെട്ടെന്ന് കുളിക്കണം. നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ പറ്റൂല കേട്ടോ. കാരണം നമ്മൾ അത്രയും നേരം പൊടിയിൽ തൂത്ത്, കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് പൊടി കാണും, കണ്ടില്ല അവരവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചോണ്ടിയും ക്രയോൺസൊക്കെ വെച്ച് എന്തെങ്കിലും ചുരണ്ടി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൊടി കാണും. പിന്നെ അത് തൂത്തിട്ട് നമ്മൾ തുടയ്ക്കുമ്പോഴും സോഫാക്കുമ്പോൾ ഈ ദേഹത്തൊക്കെ നൈറ്റിയിലൊക്കെ വെള്ളമൊക്കെ ആവും. അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പിന്നൊരു തലയിൽ കുറച്ച് വെള്ളം കോരി ഒഴിച്ച് കുളിച്ചാലേ ഒരു സുഖം കിട്ടും. അപ്പോൾ അതൊരു ശീലമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് മുമ്പ് ഞാൻ കുളിച്ചിരിക്കും, ജോലി ഒതുങ്ങിക്കഴിഞ്ഞാൽ. എനിക്ക് ഡ്രസ്സിലൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകി ഡ്രസ്സിലൊക്കെ അഴുക്ക് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഈർച്ചയാണ്. പെട്ടെന്ന് കുളിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പം പൊന്നുസ് മോട്ടനെ എഴുന്നേൽക്കുമ്പോൾ ബ്രെഡ് പൊരിച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കഞ്ഞി വെക്കാൻ വയ്യ. കാരണം ഇവിടെ പാതാമ്പറമൊക്കെ വൃത്തിയായി കിടക്കും. എൻ്റെ കുക്കറെന്ന് പറഞ്ഞാൽ കഞ്ഞി വയ്ക്കുമ്പോൾ വെളിയിൽ പോകും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിവുണ്ടല്ലോ. അതുപോലെ സദ്യ കഴിക്കാൻ പോകില്ല. അപ്പം തൽക്കാലം കുഞ്ഞുങ്ങൾക്ക് ബ്രെഡ് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇരട്ടയും മുത്തോനീസ് അതുകൊണ്ട് അവിടെ മോനക്കുട്ടി എണീറ്റ് പല്ല് വെച്ചോണ്ടിരിക്കുക. അത് എവിടെ കയറി നിന്നാന്ന് നോക്ക്. പല്ല് കഴിക്കേ പല്ല്. വേഗം പല്ല് കഴിച്ച് നമുക്ക് കുളിച്ചിട്ട് പോകണ്ടായോ? അപ്പുറത്ത് പാല് കാച്ചിന് സദ്യ കഴിക്കാൻ പോകണ്ടേ. സദ്യ 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 ഏതാണ്ടിരിക്കുന്ന പറയണം. ഗിഫ്റ്റ് വാങ്ങണം. അത്ത വരാൻ താമസിക്കാതെ സ്കൂട്ടിൽ പോയി മേടിക്കാം. അമ്മ പെട്ടെന്ന് കുളിച്ചിട്ട് വരാമേ. അപ്പോൾ ഞാൻ ഒരുങ്ങി റെഡിയായി. അണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോഴും ഇതേ കൊല്ലത്ത് നിൽക്കുക, ഇതുവരെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ വരുമ്പോൾ എന്തായാലും 2:30-3 മണി ആവുന്നേ. അപ്പോൾ അപ്പോൾ പ്രസൻറ്റേഷൻ അണ്ണൻ മേടിക്കുന്നത് നടക്കില്ല. അപ്പം ഞാൻ സ്കൂട്ടിയിൽ പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പം പൊന്നൂസിനെയും മോനുകുട്ടനെയൊക്കെ നമ്മളെല്ലാവരും കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കാറിലല്ലേ പോകുന്നത് എപ്പോഴും. അപ്പോൾ പൊന്നൂസിനെയും മോണ്ടിൻ്റെയും ഹെൽമെറ്റ് ആണെങ്കിൽ പൊടി പിടിച്ചിരിക്കും. ഇവനാണെങ്കിൽ ഒന്നാമത് അലർജി ഉള്ളതല്ലേ. ഇനി അത് തട്ടിപ്പിടിച്ചാക്കിയാൽ ഉടനെ പനിയും ചുമയും വരും. അപ്പോൾ ഞാൻ പോയി ഇവിടെ അടുത്തൊരു കടയില്ല, ഓടിപ്പോയി മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അവരെ എൻ്റെ കുളിപ്പിച്ചിരിക്കും, ഇവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഫോണും കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അണ്ണനോട് ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞാൽ അതാണ് നല്ലത്. ഞാൻ പിന്നെ അപ്പുറത്ത് ചേച്ചിയോടൊന്ന് പറഞ്ഞൊന്ന് നോക്കാൻ. അപ്പം ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോയിട്ട് ഷടേന്ന് വരാം. അല്ല ഇവരെയും കൊണ്ടുപോയാൽ നടക്കൂല കേട്ടോ. അപ്പം ഞാൻ പോയി എന്തെങ്കിലും മറ്റേ കല്യാണമല്ലോ പാല് കാച്ചൽ, അപ്പോൾ എന്തെങ്കിലും നമുക്ക് സെറ്റായിട്ടുള്ള എന്തെങ്കിലും മേടിച്ചിട്ട് ഓടി വരാം. കാട്ടു കൊണ്ടൊരു ഷടീന്ന് പറഞ്ഞാൽ ഓടി വരും കേട്ടോ. എങ്ങും ഇറങ്ങി പോലും പൂച്ചയുടെ പുറകെയൊന്നും ഓടി പോവല്ലേ. 5 മിനിറ്റ് അമ്മ ദാ വരുന്നേ. 5 മിനിറ്റ്. ഇതാകുമ്പോൾ വേഗം പോയിട്ട് വരാം. ഇതിനെയും കൊണ്ട് പോകാണെങ്കിൽ കുഞ്ഞുങ്ങളല്ലേ, എനിക്ക് പേടിയോ. ഒരാൾക്ക് ഹെൽമെറ്റ് ഇല്ലാതെ പോയ പൊന്നൂസിനെ പിന്നെ ഇപ്പോൾ ഒരാളായിട്ടല്ലേ കൂട്ടുന്നത്. പോലീസ് കൈയാണിച്ച് നിർത്തിയാലോ. അപ്പം ഞാനാകുമ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാം. ഇവിടെ അടുത്താ കട. ഗേറ്റ് വേഗം പോയിട്ട് വരാമേ. അതെ യെസ്. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അക്ക നമ്മൾ പാലയാച്ചിന് കൊടുക്കാൻ ഗ്ലാസ്, ജഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. വെള്ളമല്ലേ, നിറച്ച് ഷാർജ് അടിച്ചു കുടിക്കണം. ഇതെല്ലാം അടിപൊളി. ഹായ്. പുച്ഛം എന്ന് പറഞ്ഞാൽ ഒരു വലിപ്പം ഇല്ല. കൊണ്ടുപോകുമ്പോൾ ഒരു ഇച്ചിരി വലിപ്പം തോന്നട്ടെ. അങ്ങനത്തെ എന്തെങ്കിലും താ.
ആ തുറന്ന് കാണിക്കും, തുറന്ന് കാണിരി. ജഗ്ഗും ഗ്ലാസും സെറ്റ്. ആ കുഴപ്പമില്ലാന്നൊരു തോന്നൽ. തുറ. ആ ഇത് കുഴപ്പമില്ല അല്ലയോ? ഇതാകുമ്പോ കുറച്ച് വീതിയുണ്ട്, നീളമുണ്ട്. ഫേമസ് ആവട്ടെ. ആ ഇത് മതിയേക്കാം, ഇത് കൊള്ളാം. പാക്ക് ചെയ്ത് തരുമോ? പാക്ക് ചെയ്ത് തരുമോ? ഇത് പിന്നെ ഒരു ബൗള്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനം. ഇവിടെ വെക്കടി, നമുക്ക് പോവാ. മീൻ മേടിച്ചോട്ടോ ഫ്രണ്ട്സ്. മീൻ ഇത് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോയി മോനെ പൊന്ന്. അത് ഇളക്കണ്ട, ഇനി എന്തിനാ ഇളക്കുന്നേ? വാ നമുക്ക് അപ്പുറത്ത് പോയിട്ട് വരാം. ഓടി. കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മോനൂട്ടൻ അത് പൊട്ടിച്ച് പന്നലാക്കും. പൊന്നു അമ്മ ഈ ഫോണൊന്ന് കുത്തിയിട്ടിട്ട് വാ. കേൾക്കുന്നുണ്ട്, പൊട്ടിയ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. ചെരുപ്പിട് ചെരുപ്പിട്. ഇങ്ങിത്താ നീ ചെരുപ്പെടുത്തിട്, ഏതെങ്കിലും ഇട്. അയ്യോ ഭയങ്കര വെയിലടിച്ച് തളർന്ന്. പിന്നെ ഞാൻ മീൻ കണ്ടപ്പോൾ വാങ്ങിച്ചേ കൊഴിയാല. വൈകിട്ട് വരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ ഒന്ന് ഫാനും ലൈറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് കഥവ് ദേ ചുമ്മാ ഇങ്ങോട്ട് ചാരിയാൽ മതി. നമ്മളെ തൊട്ട് അപ്പുറത്തെ വീടാട്ടോ. ആ വീടാ ദണ്ട് ഇത്. എവിടെയാ കാണിക്കണ്ടേ? ഇവിടെ കാണിക്കും ഞാൻ. ബാ പോയിട്ട് വരാം. ബാ ഗിഫ്റ്റ് പിടിച്ചോ. കുഞ്ഞിപ്പൂച്ചക്കാരെ പേടിയാന്ന്. നന്നായി. ആ ഞാൻ അങ്ങി. അപ്പോൾ ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ സദ്യ കഴിച്ചു കഴിഞ്ഞത്. സദ്യ ആയിരുന്നോ? ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും ചിക്കൻ ബിരിയാണി സദ്യ എന്ന് പറഞ്ഞ് വന്നു. ഞാൻ ആ ചേച്ചിയോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു രണ്ടുപേരും സദ്യ കഴിക്കാൻ വന്ന ചേച്ചിന്ന്. അവിടെ ചിക്കൻ ബിരിയാണിയാണ്. അമ്മന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ബിരിയാണിയായിരുന്നു കേട്ടോ. ബിരിയാണി കഴിച്ചാൽ മത്ത് അയ്യ തല ഇറങ്ങുന്നേ. ആ അവരിനി സൈക്കിളിൽ ചാട്ടവും ബഹളവും. ഞാൻ ഒന്ന് കിടക്കട്ടെ ഫ്രണ്ട്സ്. ടൗണിൽ ഇറങ്ങിയതിൻ്റെ ക്ഷീണം ഒന്ന്. രണ്ടാമത് ബിരിയാണി കഴിച്ചതിൻ്റെ മത്ത്. അപ്പം ഞാൻ മീൻ കണ്ടപ്പോൾ അങ്ങ് മേടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വൈകുന്നേരം മേടിക്കാൻ മറന്നുപോയാലോ ഇല്ലെങ്കിലോ അതൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ഇനി കുറച്ച് നേരം കിടക്കട്ടെ. ഇനി ഇതൊക്കെ ഊരിയിട്ട് നൈറ്റ് ഇടുന്നതിൻ്റെ സുഖം അതൊന്നും വേറെയാണ്. കണ്ടോ കണ്ടേ ഇത്ര മോനോട്ട് അമ്മ പറയുന്നേ ഇവിടെ കാറില്ലാത്തതുകൊണ്ട് ഇവർക്ക് സൈക്കിൾ ഓട്ടാ കേട്ടോ. മോനെ അമ്മ പോയി കിടക്കാൻ പോയിച്ചു തരാം. നിങ്ങളോ സൈക്കിളിൽ ഓട്ടോ? ആരുടെയും കൂടെ പോവല്ലേ? ബാ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുമല്ലേ. അമ്മ ഇച്ചിരി നേരം കിടക്കട്ടെ. സമയം 3:30 അണ്ണൻ ഇതുവരെ വന്നില്ല. എന്നെ ഇപ്പോൾ വിളിച്ചു. അണ്ണൻ വന്നുകൊണ്ടിരിക്കുക, എത്താറായി എന്ന് പറഞ്ഞു. എവിടെയോ നല്ല മഴ പെയ്യുന്നതിൻ്റെ നല്ല മഴക്കോളും ഇടിയും ഉണ്ട്. അപ്പം എൻ്റെ ലെക്സി ബ്രിക്സി നോക്സി ആണ്ടേ ഇവിടെ താണ്ടേ ചെളി വണ്ടി കഴുകിയതിൻ്റെ ടയറിൽ നിന്ന് നിങ്ങൾ അവരെല്ലാം ഇരിക്കുന്നത് എവിടെ ഇരുന്ന് ഞാൻ എന്തുവാ. അതെന്തോ അത് വെട്ടുന്നത്? യൂ ക്രയോൺസോ? എന്തൊക്കെ കാണണം ഞാൻ, എന്തൊക്കെ കേൾക്കണം ഞാൻ. പഴയതായാലും എന്തുവാ? ഓഹോ നിരത്തി വെച്ചേക്കുന്നു, പാചകം ചെയ്യുന്നു. നമ്മുടെ ഉള്ളിയൊന്നും തീർത്തില്ലല്ലോ. സാധാരണ അതിലോട്ടൊക്കെയാണ് കയറുന്നത്. അതുകൊണ്ട് ഇന്നൊന്നും എടുത്തില്ലല്ലോ. ഒന്ന് കയ്യൊന്നും മുറിയല്ലേ സിസേഴ്സ് വെച്ചിട്ട്. കളിച്ചോ കളിച്ചോ. അമ്മക്ക് ബിരിയാണിയൊക്കെ തിന്നിട്ട് ക്ഷീണം. അമ്മച്ചി വീഡിയോ എഡിറ്റ് ചെയ്യുവാടി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ നോക്കണ്ടേ, വല്ലവരും പിടിച്ചോണ്ട് പോയോന്ന്. മഴ ചെറുതായി ചാറുന്നു. ഷാനാറിനെ വിളിച്ചപ്പം അണ്ണൻ എത്താറായി. പക്ഷെ എന്നാലും ഒരു 20 മിനിറ്റൊക്കെ താമസിക്കുമല്ലോ. ഇവർക്ക് ട്യൂഷൻ 4 മണിക്കാണ്. പക്ഷേ ഇതാ എനിക്ക് അണ്ണൻ എങ്ങും പോകുന്ന ഇഷ്ടമല്ല. അണ്ണൻ പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ അലഞ്ഞ് എല്ലാത്തിനും നടക്കണം. അണ്ണൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും അണ്ണൻ ചെയ്തോളും. സത്യമാണ്.
പിന്നെന്താ അത്താടെ കൂടെ അണ്ണൻ വിളിച്ച് ഇന്നലെ എല്ലാം കേട്ടോ, നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, രാവിലെ ഇവർ ഉറക്കം കളഞ്ഞിട്ട് എനിക്ക് വെയ്യണ്ട, അണ്ണൻ പൊക്കോന്ന്. അമ്മയുടെ മോൻ കറുത്തിരിക്കുന്നോ? മൈ ഗോഡ്, ആണോ? ബപ്പുവാ സ്കൂട്ടിയിൽ കണ്ണടച്ച് പിടിച്ചൊരൊറ്റ പോക്കങ്ങ് പോയി. അങ്ങോട്ട് ഇപ്പോൾ 1-2 തുള്ളിയൊക്കെ ഇങ്ങനെ വീണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ പെയ്യുന്നു. അപ്പോൾ പൊന്നൂസ് പറഞ്ഞ് അമ്മ ഞങ്ങളുടെ കൂടെ ട്യൂഷൻ ക്ലാസ് ഇരി, അങ്ങോട്ട് പോകുമ്പോൾ മഴ പെയ്യുമായിരിക്കും. ഞാൻ പിന്നെ സാരമില്ല, മക്കൾ ഇറങ്ങിക്കോ, അമ്മ അങ്ങോട്ട് പോകുമ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ. മോനൂട്ടനെ ഈ അലർജിയുടെ ഇതുകൊണ്ടേ ഇനി മഴ വല്ലതും പെയ്ത് പനിയങ്ങനായ അണ്ണനെ തിന്നുകളയും. ഇനി എനിക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, അണ്ണനെ വിളിച്ചു. അണ്ണ ഒരു 10-15 മിനിറ്റിനകം വരും. സത്യം പറഞ്ഞാൽ ഇന്ന് അണ്ണ ഇല്ലാത്തൊരു ദിവസമായി. ഉച്ചയ്ക്ക് വരുമെന്ന് വിചാരിച്ചാ. അണ്ണ എന്നോട് ഇന്നലെ രാത്രിയും ഞങ്ങൾ ഫിലിമിനൊക്കെ പോയപ്പോൾ നീയും വാ നാളെ. ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റിനി. അണ്ണ ഒരു 7 മണി ഒക്കെ ആയപ്പോഴാണ് പോയത്. 7 മണിയൊക്കെ ആയപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞ അന്നേരം എണീറ്റ് കുഞ്ഞുങ്ങളെ ഒരുക്കി വരുന്നത്. എനിക്ക് ഇപ്പോഴേ ഉറങ്ങാൻ പറ്റും, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പറ്റൂല. ഞാൻ പിന്നെ അണ്ണൻ പോയിട്ട് വാ, ഉച്ചയ്ക്ക് ഇങ്ങ് വരത്തില്ലേന്ന്. എന്തായാലും ഒത്തിരി നേരമായി, വരാതിരിക്കാൻ ഒരു വിഷമമാണ്. ഇങ്ങനെ വിളിച്ചിരിക്കുക എവിടെ എത്തിയെന്ന്. അയ്യോ ഞാൻ എൻ്റെ ദേശീയ വസ്ത്രം, എൻ്റെ നൈറ്റി എടുത്തിടട്ടെ. എൻ്റെ അമ്മച്ചി ആളിൽ ഞാൻ ലൈറ്റൊന്നും ഇട്ടില്ല കേട്ടോ, മഴ പെയ്യുന്നതിന് ഭയങ്കര ഇട്ടിട്ട്. കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു, അതിനിപ്പോൾ നാളെ മടക്കാം. ഭയങ്കര മടി. ഒരു ന്യായമില്ല. അപ്പം നമ്മുടെ കിങ്ങിണി പൂച്ച എല്ലാവരും കുഞ്ഞി സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കും, നിങ്ങളുടെ പൂച്ചേൻ്റെ ഒരു വിവരമില്ലല്ലോ. പൂച്ച അങ്ങനെ തിണ്ടി നടക്കുവാണ്, വല്ലപ്പോഴൊക്കെ വരും. വീട്ടിനകത്ത് കയറാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളേ ഉള്ളൂ. ഞങ്ങളുടെ കിങ്ങിണി ചുഞ്ചരിയാണോ കിങ്കിരി പിന്നെ അങ്ങനെ. അവിടെ ഇരി. മീനൊക്കെ വെട്ടുമ്പോൾ മീൻ തരും, അല്ലാതെ നിനക്ക് വേണ്ടി ഇവിടെ മീൻ മേടിക്കാൻ പൈസ ഉണ്ടോ? ഇവിടെ പൈസ ഉണ്ടോ? ഇത് പിന്നെയും പ്രഗ്നൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. കണ്ടിട്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നേ, ഇപ്പം കുറച്ച് വണ്ണം വെച്ച്. അപ്പോൾ അണ്ണനും പറയുന്നു ഇത് പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു എന്ന്. ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല മക്കളെ, ഇവിടെ എന്തോ ഗവൺമെൻറ് ആശുപത്രിയോ, അതുകൊണ്ട് ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാ പ്രസവവും ഇവിടെ എടുക്കാൻ പറ്റൂല. അണ്ണൻ വന്നു സൈക്കിൾ എടുത്ത് മാറ്റാൻ. സൈക്കിൾ പാർക്ക് ചെയ്ത് വെച്ചേക്കുമല്ലയോ, പിന്നെ എങ്ങനെയാ? ഓക്കെ. അണ്ണം വന്നേ. ഞാൻ ഊഞ്ഞാലിരുന്ന് ആടുവാണ് ഫ്രണ്ട്സ്, അതാണ് വീഡിയോ അങ്ങനെ പോകുന്നത് കേട്ടോ. അലഞ്ഞ് തിരിഞ്ഞ് വലഞ്ഞ് പോയോ? യെസ്. ഞാൻ പിന്നെ കണ്ണടച്ച് ചെരുപ്പ് പൊട്ടിയാ? ഇത് പുതിയത് അന്ന് മേടിച്ചത് കിടന്ന കാര്യമല്ലേ. നല്ല ഉറക്കം കേട്ടോ. അപ്പോൾ കിങ്ങുണി പണ്ണ ഉറങ്ങിക്കോട്ടെ, നമുക്ക് പൊന്നൂസിനെ മോണ്ടനെ വിളിച്ചോണ്ട് വരാം. ഇന്നത്തെ ഒരു അണ്ണൻ്റെ ഒരു കൊല്ലം ട്രിപ്പും ഉണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം പോയി. അണ്ണ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു രസമില്ലാന്ന് ഞാൻ പറയും കേട്ടോ. അപ്പം പൊന്നൂസിനെ മോണ്ടനെ വിളിച്ചോണ്ട് വരുന്നവരെ കാണും മിക്കവാറും അണ്ണൻ്റെ ഉറക്കം. കാരണം ഇവിടെ വന്ന് 2-3 വട്ടം അണ്ണൻ്റെ പുറത്ത് കയറുമ്പോഴത്തേക്കും ഉറക്കമൊക്കെ പോവും. അപ്പം ഞാൻ പോയി വിളിച്ചോണ്ട് വരാമേ. ഫോൺ ഇവിടെ വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ശരിയാവൂല. ഞാൻ എന്തിനീ വട്ടം കറങ്ങുന്നേ? ഉറക്കവാ. ബാഗൊക്കെ വെക്കി. പഠിച്ചോ ഇന്ന് ഹിന്ദി? എനിക്ക് ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. പിന്നെ ഞാനത് 5 കാണാതെ ഇത് കാണിച്ച്. പിന്നെ ഇനി ഒരെണ്ണം കൂടെ കാണാതെ ഇത് കാണിക്കാനുണ്ട്. ഇനി നാളെ ട്യൂഷൻ ഇല്ല, ഇന്നും കൂടെ പഠിക്കണം. എന്നിട്ട് നാളെ പഠിച്ചിട്ട് ഇനി 3-ലോട്ടല്ലേ ഞാൻ കാക്കാക്കിക്ക് ഫുള്ളും പഠിച്ച്. പിന്നെ എന്തുവാ ഹിന്ദി കാക്കാക്കി അല്ല മലയാളം കാക്കാക്കിയൊക്കെ പഠിക്കുന്നേ ഉള്ളോ? നീ മറന്നു പോയാലുണ്ട്. അമ്മ അതല്ല, അവളാണെങ്കിൽ ഇത്രയും നേരം പഠിച്ചോണ്ടിരിക്കുവായിരുന്നേ. ഇവളാണെങ്കിൽ ഈ പോലും അറിയത്തില്ല. ഇവളാണെങ്കിൽ ചിലതൊക്കെ പഠിച്ച് അവൾക്ക് മലയാളം എഴുതാ അറിഞ്ഞൂടാ. അവളാണെങ്കിൽ ശരി.
അപ്പം അതെ കുറച്ച് കട്ടൻ കാപ്പി ഇട്ടതാണ്. കാപ്പിപ്പൊടി വെച്ചിട്ടേ. അപ്പോൾ എന്താ പറയുക, അണ്ണൻ നല്ല ഉറക്കമാണ്. അണ്ണന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ, അത്രയും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാനിത്. അപ്പോൾ പൊന്നൂസ് മോണ്ടൻ എന്നാണ്ട് കളിയും ബഹളമാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കാപ്പി ചായ അങ്ങനെ ഇവിടെ ആർക്കും ശീലമില്ല. അണ്ണന് പിന്നെ പ്രത്യേകിച്ച് കോഫി ഷോപ്പിൽ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് 8-10 വർഷം അണ്ണൻ അങ്ങനെ ഒരു കണ്ട് നമ്മളിപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനം, ഇപ്പം നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് മാങ്ങയോട് വലിയ പ്രിയം കാണില്ല എന്ന് പറയില്ലേ. നമ്മുടെ വീട്ടിലില്ലാത്ത സാധനത്തോടെ നമുക്ക് വലിയ താല്പര്യം. അപ്പോൾ അണ്ണൻ ഇങ്ങനെ കണ്ട് മധുരം കണ്ടിട്ട് അണ്ണൻ അങ്ങനെ മധുരം ഈ കേക്കായാലും അങ്ങനെ അണ്ണന് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അണ്ണന് കോഫി ഷോപ്പ് ഉണ്ടായിരുന്നുണ്ട്. അപ്പം ചായയും കാപ്പിയും ഒന്നും ഞങ്ങൾ അങ്ങനെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കത്തില്ല. പിന്നെ പുറത്ത് നമുക്കിപ്പോൾ ഒരു തലവേദന അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ചായ ഇട്ട് കുടിക്കും. ഇവിടെ പൊന്നൂസും മുഴുവൻ കട്ടൻ ചായ ഇഷ്ടം, പക്ഷെ എപ്പോഴും കൊടുക്കില്ല, ക്ഷീണിച്ചു പോകും എന്നൊക്കെ പറയൂലേ. അതുകൊണ്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കി കുടിക്കും. അതല്ലാതെ അങ്ങനെ ഉണ്ടാക്കത്തില്ല. പിന്നെ എന്താ യൂടാ കുത്തണ്ട, അമ്മ പിന്നെ കുത്തിക്കോളാം. പിന്നെ നമ്മൾ പുറത്ത് പോയി ചായ, ബജ്ജി, ഉള്ളിവട അങ്ങനെയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ചായ കുടിക്കും. അതാണ് ശീലം. അല്ലാതെ അങ്ങനെ ഉണ്ടാക്കത്തൊന്നുമില്ല കേട്ടോ. പിന്നെ മോണ്ടൻ എന്നാണ്ട് സന്ധ്യയായി കേട്ടോ. TV ഇടുന്നവൻ ഞാൻ ചെറിയ മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഊരിയിട്ടായിരുന്നു. അവൻ തന്നെ കുത്തി. അപ്പം എന്താണ് ഇവിടെ ഭയങ്കര ബഹളവും. ഇവർ അടങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളല്ല, എൻ്റെ കുഞ്ഞുങ്ങൾ. എൻ്റെ അമ്മായില അല്ലെങ്കിൽ കുറേ അല്ലാതെ നമ്മുടെ ഉള്ളവരൊക്കെ പറയും ഇതുകൊണ്ടില്ല അവരുടെ കൊച്ചാണ് ഇരുത്തി അവരുടെ തിരിക്കും. സാലിയുടെ പിള്ളേരാണ് വിരിവിരി പുഴുവിൻ്റെ കൂട്ടി ഞൊളച്ചില്ല. പക്ഷേ എനിക്ക് അതാണ് ഇഷ്ടം. കാരണം അവർ ആക്റ്റീവാണ്, നല്ല ആക്റ്റീവാണ്, കളി ബഹളം ആക്റ്റീവാണ്. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഇരിക്കേണ്ടത്. എനിക്കത് കൊണ്ട് ഇങ്ങനെ നടന്നാൽ കുഴപ്പമില്ല കേട്ടോ. ഒരു ബഹളം വെച്ചാൽ ഞാൻ അണ്ണ എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ബഹളം അയ്യോ TV ഇട്ട് കാർട്ടൂൺ അയ്യോ ഞാൻ പിന്നെ കാണാമേ ബഹളം വേണ്ട. പൊന്നു അവന് ഇട്ട് കൊടു പൊന്നു കണ്ടോട്ടെ. മോനക്കുട്ടന് കാപ്പി എന്നാ ഇഷ്ടമുള്ള കാർട്ടൂൺ ഇട്ട്. ബിസ്ക്കറ്റ് അത്രേ ഉള്ളായിരുന്നു മക്കൾ കഴിച്ച് തീർന്നു. ആ ബിസ്ക്കറ്റേ ഉള്ളൂ, ഇനി ഗുഡേ ഉള്ളൂ. ഇതിലെ പാൽ ബിസ്ക്കറ്റ് ഗുഡേ ഉള്ളൂ, ഇനി ഗുഡേ. ഉറക്കം എഴുന്നേറ്റിട്ടും ഉറക്കം നടിച്ച് കിടക്കുന്ന ഷാജാണൻ. ഹായ് ഫ്രണ്ട്സ്, പറയൂ. കാരണം വെച്ചാൽ രാവിലെ 7 മണിക്ക് പോയി. 7 മണിക്ക് പോയി. സാധാരണ ഉച്ചക്കൊക്കെ ഒന്ന് മയങ്ങാന്ന് വിചാരിക്കുന്നത്. എന്താ മയങ്ങക്കും നടന്നില്ല. അണ്ണൻ രാവിലെ ഞാൻ ഉറങ്ങി കിടന്നപ്പോ എന്നെ ഭയങ്കര മഴയായിരുന്നു വന്ന വഴിയില്. കൊല്ലത്തൊക്കെയോ ഷാജാണ്ണ എന്നെ അവിടെ നിന്നോട് ഫോൺ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എണീറ്റില്ലയോന്നേ. ഞാൻ തിരിച്ച് പെങ്ങൾക്ക് ഒരു മരുന്ന് മേടിക്കണമായിരുന്നു. കൊട്ടിയത്ത് ആ വഴിയാണ് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് കൊട്ടാരക്കര കുണ്ടറ അങ്ങനെയാ പോയത്. തിരിച്ചു വഴി ചാത്തന്നൂർ അങ്ങനെ കറങ്ങിയൊക്കെ വന്നത്. സാധാരണ എന്നോട് രാവിലെ കൊല്ലത്ത് നിന്ന് വിളിച്ചിട്ട് വെച്ച് എണീറ്റില്ലേ മുത്തയെന്ന് ഞാൻ പറയട്ടെ. അപ്പം ഞാൻ പറഞ്ഞ് അപ്പം എന്നോട് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോ എടുക്കാം. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്ന് വീഡിയോ എടുക്കണം. അങ്ങനെ പിന്നെ ചാടി എണീറ്റ് പറ എന്നാ വോട്ട് ചെയ്ത് കണ്ട ഫ്രണ്ട്സ്. ആണ്ടേ ഞങ്ങൾ ബിരിയാണി, അപ്പുറത്ത് ബിരിയാണിയാണ്. എനിക്ക് വോട്ടില്ലായിരുന്നു. ചോറ് വെച്ച് വെച്ചിട്ട് ഇതാണ്. മീനൊന്നും ഞാൻ വെട്ടിയില്ല. അണ്ണ എന്നോട് പറയാ വേണ്ട നമുക്ക് പുറത്ത് പോവാന്ന്. എനിക്കിപ്പോ വിശക്കുന്നു. ഞാൻ പറഞ്ഞ ചോറിന്റെ കൂടെ തൈര് തരാം, വേണമെങ്കിൽ മുട്ട പൊരിക്കാൻ ചാമ. അപ്പൊ അണ്ണൻ പറയാ വേണ്ട ചോറെടുത്ത് ഫ്രിഡ്ജ് നമുക്ക് പുറത്ത് പോയാലോ. ഞാനോ അപ്പൊ അണ്ണ ഇനിയിപ്പൊ മീൻ വെട്ടണം കറി വെക്കണോന്നൊക്കെ കരുതി. അതിന് നല്ലതല്ല എന്റെ ഷാജാന്റെ മുട്ടത്തല. എല്ലാരും പറയുക ഒരു കമന്റ്, പണ്ടേ അണ്ണൻ കഷണ്ടിയാണ്. പണ്ടെണ്ണം കഷണ്ടിയായിരുന്നു ഫ്രണ്ട്സ്. പണ്ടത്തെ ഞങ്ങളുടെ കല്യാണ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? പണ്ട് ഇത്ര മുടിയില്ലായിരുന്നോ? ഞങ്ങൾ പ്രേമിക്കുമ്പോൾ എപ്പോഴും ജീപ്പിൽ ആൾക്കാരിങ്ങനെ ഇറങ്ങുമല്ലോ, ഇറങ്ങാൻ നിൽക്കുമ്പോൾ എല്ലാം സാധാരണ ഇറങ്ങിയിട്ട് അപ്പോഴും ഒന്ന് തല ജീവും, എന്നിട്ടാ കയറി തൂങ്ങുന്നത്. അവർക്കറിയാം ഞങ്ങൾ പൈസയൊക്കെ ആയിട്ട് മുടി വെച്ച് പിടിപ്പിക്കാം ഫ്രണ്ട്സ്, അല്ലേ അണ്ണേ? വളർത്തിയെടുക്കും ഞങ്ങൾ, നോക്കിക്കും. എല്ലാവർക്കും അങ്ങ് കുറ്റം പറച്ചിലാണ്. പിന്നെ എന്തുണ്ട് ഫ്രണ്ട്സ്? ഉണ്ട് ഫ്രണ്ട്സ്. ഞാൻ ഫോൺ എടുത്തോണ്ട് വന്നത് അണ്ണൻ അപ്പുറത്തെ വീട്ടിൽ എന്തോ കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്നേ. കാണിക്കട്ടെ.
ഞങ്ങള് ചോറ് എടുത്ത് ഇന്നലെ വലിയ പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അതെ, ചോറെടുത്ത് ഫ്രിഡ്ജ് വെക്കാം. നാളെ ഇനി നമുക്ക് തിളപ്പിച്ച് ഊറ്റാം. അതെ, മീനും ഇരിപ്പുണ്ട്, കറിയൊക്കെ വയ്ക്കാം. ഇന്നൊരു ഉഷാർ കുറവ്, അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്കാക്കാം. അതല്ലേ ഞങ്ങളുടെ അമ്മ പറയും, എനിക്ക് ഭയങ്കര വയറ്റ് ഭാഗ്യം. അത് ചാനലിന്റെ ഇതുപോലെയാ, നമ്മളെങ്ങനെ അതെ അണ്ണൻ പറയാൻ ഭയങ്കര ഇത് നമുക്ക് അന്നേരം അങ്ങ് പുറത്ത് അത് അണ്ണനും എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാനിങ്ങനെ വിളിക്കാം, അണ്ണ എന്റെ കൂടെ വന്നിരിക്കും. അണ്ണ അവിടെ പോയി കിടന്നാൽ എനിക്ക് വിഷമം വരത്തില്ലേ? രണ്ടത് നിറച്ചും ചോറുണ്ട്, നമുക്ക് 2 ദിവസത്തേക്കുള്ള ചോറുണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ. അണ്ണൻ്റെ ഫോൺ എടുക്കുന്നോ? അണ്ണൻ്റെ ഫോൺ എടുക്കുന്നോ? എൻ്റെയും കൂടെ. അപ്പം നമ്മൾ റെഡിയായി. അയ്യോ തുമ്മാൻ വരുന്നു. മാറി 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 പോ. അൽഹംദുലില്ലാ. ഇതാണ്ട് നമ്മുടെ പൊന്നൂസ്. അതെവിടെയും ഡാൻസാണ്. അടുത്ത മോനോട്ടൻ. ഹായ് പറയൂ, ഹായ് പറയൂ. ഞാൻ വെളിയിലും എൻ്റെ വീട്ടിനകത്തിരിക്കുന്ന സിൽപ്പർ ഇട്ടുകൊണ്ട് ഇപ്പം അങ്ങ് പോയേനെ. വീടട്ടെ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. മോനൂട്ട ഇങ്ങോട്ട് നോക്കൂ. ഞങ്ങൾ പോവുകയാണ് ഫ്രണ്ട്സ്. മോനൂട്ട നോക്ക്, ഹായ് പറ. എൻ്റെ ശിൻശിരി മോള് ഇങ്ങനെ കെട്ടുന്ന പൊന്നൂസിന് ഇത്. പക്ഷേ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ കുറെ മുടിയൊക്കെ ഇങ്ങനെ വരും. പിന്നെ രാത്രി ഒരു ട്രിപ്പ്. നമുക്ക് ടെൻഷനും കാര്യവും ഒക്കെ ചിരിച്ച് സംസാരിച്ചാൽ പല പല ടെൻഷനും കാര്യവും ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അതൊക്കെ പോവാനൊരു യാത്ര നല്ല കൊടുങ്ങല്ലൂർ ദേശീയം. അപ്പോൾ നമ്മൾ ബേക്കറി കയറി പൊന്നൂസിനും കൊണ്ടുവരുന്ന കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാം. നാളെ ട്യൂഷൻ ഒന്നുമില്ല, വീട്ടിൽ ഇരിക്കുമ്പോഴേ ഭയങ്കര വിശപ്പാ 2 പേർക്കും. അങ്ങനെ ഇതാണ് നമ്മൾ മിച്ചർ മുട്ടായി എടുത്തു. പിന്നെ പൊന്നൂസിനും മോനൂട്ടനും വേറെ എന്തോ സ്നാക്സ് എടുത്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചക്കവറ്റിയിലെ മിച്ചർ, കപ്പലിൻ്റെ മിഠായി, ഇതൊക്കെ നമ്മൾ എടുത്തതാണേ. നോക്കട്ടെ. പൊന്നു ഇനി വന്നേ ഇനി വാ. നെയ്യ് വേണം കേട്ടോ ഈ പൊന്നൂസിനും കൊണ്ടുവരും ബ്രെഡ് പൊരിക്കാൻ. എന്തുവാണേ വേണോ? എന്നായിട് അരിപ്പൊടി ഇനി ചോളം പുട്ട്. എന്റെ സാധനമാണ് ചോളം പുട്ടുപൊടി. ഉപ്പുമാവ് റവയുണ്ട്. അയ്യോ വേണ്ട, ഹോർലിക്സ് ബില്ല് പേ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അടങ്ങി നിൽക്കി പൊന്നു മോനൂട്ടാ. അല്ല അതേ നമ്മുടെ പൊന്നൂസിന്റെ ഒരു സൂപ്പ് മേടിച്ചു കൊടുത്തു. എനിക്ക് ചൂടാണ്, 2 പേരും കൂടെ കുടിക്കണം കേട്ടാ. അതെ, നിങ്ങൾ വിചാരിക്കുന്ന അത്ര ടേസ്റ്റ് ഒന്നുമല്ല. സൂപ്പ് ഉള്ളത് വെച്ച് വേണമെന്നുള്ളത് ഇതിനു മുമ്പ് കുടിച്ചിട്ടുണ്ട് നമ്മളെല്ലാം കുമാർ പാലസിലൊക്കെ പോയപ്പോ. ആണാമോ? അടിപൊളി. ഊതി ഇച്ചിരി എടുത്തിട്ട് ഊതണം. ചിക്കന് ഇത് ചിക്കൻ മോനുക്കുട്ടൻ്റെ ഇഷ്ട സാധനം ഇതാ. മോനൂട്ട അപ്പത്തേക്കും ഈ പ്ലേറ്റ് ഒക്കെ അങ്ങോട്ട് തുടച്ച്. സോസ് തണുപ്പ്, അടിപൊളി സോസ് തണുപ്പും. മോമോസ് നല്ല ചൂട്, എടുക്കാൻ പറ്റില്ല കൈ. അമ്മ സ്പൂണ്, ആ സ്പൂൺ ഇങ്ങോട്ട്. ഓണ്ട് സോസ് അവിടെ. സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ്
അപ്പം ദേ നമ്മുടെ ബിരിയാണി വന്നു. ഞാനും അണ്ണനും ബിരിയാണി, പൊന്നൂസിനും മോൾക്കുട്ടനും ഓരോ കിഴി പൊറോട്ട. എന്നാണേ ഇത് എടുത്ത് കൊടുക്കണേ ഇവർക്ക്. ഇതെന്തോ അമ്മ ഇങ്ങനെ ഇരിക്കുന്ന വളഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ വരും. അതാണ് ഇതുപോലത്തെ ഒരു മുട്ടായി ഉണ്ട്. ആ തുറന്നെടുക്ക്. ഇത് അലാവുദ്ദീൻ അത്ഭുത വിളക്കിലെ ഭൂതം. അത് തന്നെ ശരിയാ. ഭൂതത്തിന് തുറക്കണം. ആ തുറന്നേ നോക്കട്ടെ. ഭൂതത്തിന് തുറക്കാണോ ചെയ്യുന്നത്? വേഗം തുറന്നേ. അമ്മേ ആ ഇലയിന്ന് ഭൂതം ചാടി ഇപ്പൊ വരും. യജമാനെ താങ്കൾക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ബീഫ് കിഴി പൊറോട്ട. ഇതാണ് നമ്മുടെ പ്രേതം. ആ ഹൈവ അടിപൊളി അടിപൊളി മുട്ട പൊരിച്ചത്. ആ ഇവർക്ക് ഓരോ പൊറോട്ട ഇട്ടു നിക്ക്. അടിപൊളി കൊള്ളാവടി. സാധാരണ മുട്ട പുഴുങ്ങിയതായിരുന്നു. ആ നിക്ക് ഓരോന്നങ്ങ് എടുത്തിട്ട് കൊടുക്കും പ്ലേറ്റില്. കിഴി പൊറോട്ടയ്ക്ക് അത് 3 പൊറോട്ട ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോന്ന് പൊന്നൂസിനും മൂന്നൂട്ടനും ഓരോന്ന് ഞങ്ങളും ടേസ്റ്റ് നോക്കട്ടെ. അങ്ങനെ മുത്തുമണി ഞാനോ വയറ് കണ്ടോ? ഭയങ്കരമായിട്ട് വയറ് ഡുമ്മെന്നായി. ഏതാണ്ട് ഇവിടെ കുറേ കുഞ്ഞു പട്ടികളൊക്കെ കിടപ്പുണ്ട്. അവിടെ ആണെങ്കിൽ ഫുഡ് ഈ ബീഫ് കിഴി പൊറോട്ട മേടിച്ചപ്പോൾ ഒത്തിരി ഇറച്ചി ഉണ്ടായിരുന്നു, ബീഫ്. അതൊക്കെ അവർ തന്നു വിടുമായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ട് ഇവർക്കൊക്കെ കൊടുക്കാമായിരുന്നു. തട്ടുകടയിൽ നിന്നൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ അണ്ണ നാണക്കേടാ. തട്ടുകടയിലൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ആ ഇല എടുത്തോണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയില്ലേ അണ്ണേ? എങ്ങനെയൊക്കെയോ അങ്ങ് പോയി. സത്യം പറഞ്ഞാൽ സ്കൂളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസം ഓരോ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങ് തട്ടിമുട്ടി അങ്ങ് ഓരോ ദിവസം പോകും കേട്ടോ. ഇനി ഇപ്പം സ്കൂള് തുറക്കുമ്പം അതാത് ചിട്ടാക്രമം എഴുന്നേൽക്കുന്നതിനും ഒക്കെ ഓരോ ഇതൊക്കെ ആ ഇപ്പം വീഡിയോസ് എടുക്കാനും മടിയായി ഉറക്കമായി എല്ലാം. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കടന്നുപോയി. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.